നമസ്കാരം. ലോകം പാടുന്ന എല്ലാ ഫ്ലവേഴ്സ് ടി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് ആദ്യം ഓഡിയൻസിനെ തന്നെ വിളിക്കാം. അടൂരിൽ നിന്നുള്ളവരാണ്. അടൂരിൽ നിന്നുള്ള രക്ക ഫോക്ക് ബാൻഡ് അവിടെ നിന്നുള്ളവരാണ്. ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് എപ്പിസോഡിൽ ഇരുന്ന് ചിരിക്കാം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ബിജുക്കുട്ടൻ ചേട്ടാ, മണിക്കുട്ട, സ്വാഗതം. എന്നാ പിന്നെ സമയം കളയാതെ സ്കിറ്റിലേക്ക് കയറാം അല്ലേ? ഇന്ന് ഒരുപാട് അടിപൊളി സ്കിറ്റുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എങ്കിൽ വിളിക്കൂ. ആദ്യത്തെ സ്കിറ്റ് ടീം റെഡിയാണ്. നമ്മുടെ ശ്യാം ബ്രോ ഉണ്ട്, രാജേഷ് തിരുവമ്പാടി ചേട്ടനുണ്ട്, കൂടെ ബിജു പൊഴിയൊരു നല്ല കൈഡി. ഇവിടെ കൊള്ളാം, നല്ല ഒതുക്കമുള്ള സ്ഥലം. ഇവിടെ എന്ത് നടന്നാലും ഒറ്റ മനുഷ്യനറിയില്ല, ശിവനും അറിയില്ല. ഉഷേ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ ഇത്? ഞാൻ ആ മാർക്കറ്റ് കാളക്കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആവശ്യമില്ലാത്ത പേരാ. നമ്മൾ വലിയ രണ്ട് പിള്ളേരുടെ തന്ത ആവശ്യമില്ലാത്ത പേരാണെങ്കിൽ നിങ്ങൾ അത് ഇവിടെ വച്ചേക്കണെന്ന് പറ. നമ്മുടെ മോൾക്കേ അവളെ കൂടെ പഠിക്കുന്ന ഒരു ചെറുക്കൻ കൊടുത്ത പ്രേമലേഖനം ഇല്ലേ, അതെവിടെ വച്ചേക്കെന്ന് പറ. അതായിരുന്നോ? അതെന്റെ മണിക്കുത്തിരിപ്പുണ്ട്. ആ സമയത്ത് എടുത്താ പോരെ. ചുമ്മാ മനുഷ്യനെ ആദ്യം കയറ്റാനായിട്ട് അത് നശിപ്പിച്ച് കളയരുത്. അതെ, അത് തെളിവാ. അറിയാമല്ലോ, എന്റെ ആങ്ങള ബിരു അവന്റെ മോന് വേണ്ടി കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്ന പെണ്ണ അവള്. അതെ അതെ, ഏത് പൊട്ട സമയത്ത് തോന്നിയെന്തോ അവൾക്ക് കൂടെ പഠിക്കുന്ന പയ്യനെ പ്രേമിക്കായി. ഡിഗ്രിക്ക് പഠിക്കുന്ന പിള്ളേരാണ്, പല പൊട്ട ബുദ്ധിയും തോന്നും. അതൊക്കെ അങ്ങ് വിട്ടേക്കണം. അല്ല തന്തെന്നുള്ള അതിന്റെ പുറകെ ചോദിക്കാൻ ഇറങ്ങുമല്ല വേണ്ടത്. മനസ്സിലായോ? വരുന്നപ്പോ അങ്ങനെ ഒരു പിള്ളേരെ പ്രേമിക്കുന്നത് അത് കൊള്ളാം. നമ്മളും ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. പഠിക്കുന്ന സമയത്ത് നീ പ്രേമിച്ചിട്ടുണ്ടല്ലേ? അയ്യടാ, അങ്ങനെ ഒരുത്തനും കയ്യും കാലും കാണിക്കുന്നിടത്ത് ഞാൻ ചെന്ന് നിന്ന് കൊടുത്തിട്ടില്ല. നീയോ? ഞാൻ നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നവനാ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്. ടെറസേ കയറിയിട്ട് അയ്യാരിങ്ങനെ തുണി പിടിച്ച് ഇങ്ങനെ ഇട്ടതാ. നിന്നെ കയ്യാട്ടി വിളിക്കുമെന്നും പറഞ്ഞ് ആറടിപ്പൊക്കോളം മതിൽ ചാടി അങ്ങനെ കൂടെ വന്നവളാണ്. അങ്ങനെ സംസാരിക്കരുത്. എന്റെ ആങ്ങളുടെ മോനുമായിട്ട് കല്യാണം വെച്ച് വെച്ചേക്കുന്ന പെണ്ണ ഇതറിയാവോ? അതൊന്നും കുഴപ്പമില്ല. ചെറുക്കം വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും. വേറെ കേസ് ഞാൻ പറയട്ടെ. ഇന്നോട് ഞാൻ 100 തവണ പറഞ്ഞു നമുക്ക് ഈ കേസ് വിടാന്ന്. രണ്ടാമത്തത് കൊച്ചു പയ്യന്മാരാ. ചെന്ന് ചോദിച്ചാൽ അവന്മാർക്ക് വെക്കും വെളുവാനോ ഇല്ല. അവന്മാര് വെച്ച് പെരിക്കേച്ച് അവന്മാരെ പാട്ടിനങ്ങ് പോകും. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നിനക്ക് നിന്റെ മാപ്പിള ഇല്ലാതാവും, അത്രേ ഉള്ളൂ. പേടിത്തോണ്ടോ? ആരടി പേടിത്തോണ്ടേ? എന്റെ പുരുഷത്വത്തെ ചോദിച്ചോണ്ടല്ലോ. പിന്നെ എടി, ഒരു പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സംഭവം ഉണ്ട്. എന്തോന്നറിയാവൂടി? അതല്ല, അഭിമാനം. ആ അഭിമാനം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിത് ചോദ്യം ചെയ്തിരിക്കും. ഒന്നും പറയണ്ട. നിങ്ങൾ അവൻ വരുമ്പോഴേക്കും നിങ്ങൾ ഇറങ്ങി ചോദിച്ചിരിക്കണം. വേറെ കേസുണ്ട്. ഈ പയ്യനെ എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, എനിക്കറിയാലോ. എങ്ങനെ അറിയാം? അവളുടെ മൊബൈലിൽ ഇവന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഫോട്ടോ കണ്ടാ? ആ ഫോട്ടോ ഞങ്ങളുടെ. അപ്പൊ പയ്യൻ വരുമ്പോ എനിക്കറിയാം. അറിയാലോ? എനിക്കറിയാം. ഒരു ബൈക്ക് വരുന്നുണ്ടേ. അവനാണോ? ചാടി. അങ്ങനെ ഞാൻ അപ്പുറം വരെ ഉള്ളൂ. മാത്രമല്ല എനിക്ക് ഹെൽമെറ്റും ഇല്ല. എടി, അവൻ അപ്പുറത്ത് വരെ ഹെൽമെറ്റും ഇല്ല. പോലീസ് പിടിച്ചാ പിന്നെ അതുമായി. നിങ്ങൾ ലിഫ്റ്റ് ചോദിക്കാൻ വന്നതാണ്. നമ്മുടെ മോളുടെ കാര്യം ചോദിക്കാൻ വന്നല്ലേ. അങ്ങോട്ട് പോയി ചോദ്യം അങ്ങോട്ട്. നീയാണല്ലേടാ എന്റെ ഉണ്ണിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കണം മാളും. നീയാണല്ലേടാ എന്റെ മോള് മാളുവിന് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കണം ഉണ്ണി. എന്നാ നിർത്തിക്കോണം. ഇറങ്ങടാ വണ്ടിയെന്ന്. എന്താ കൂട്ടർ കാലല്ല വെച്ചിരിക്കണം. സ്റ്റാർട്ട് കാലല്ല വെച്ചിരിക്കണം. മാറ്റി വല്ലതും പറ്റിയാങ്കിലോ കാലിന്? കാളഭാസ്കരന്റെ കാലിന് വല്ലതും പറ്റാനോ? ഓടാ. എന്റെ മോളുടെ പിറകെയുള്ള കറക്കമുണ്ടല്ലോ, അത് നിർത്തിയ നിനക്ക് കൊല്ലം. നിർത്തിയില്ലെങ്കിൽ കോട്ടയം വന്നോ? പറയുന്നത് കേട്ടോ? അതല്ല, മോടെ പുറകെയുള്ള കറക്കം നീ നിർത്തിക്കോണം. ഇനി പെമ്പത്തിന്റെ പുറകെ കിടന്ന് കറങ്ങിയാൽ വെട്ടി കണ്ടിച്ച് പീസാക്കി അടുപ്പ വെച്ച് കത്തിക്കും ഞാൻ. ഇത് 1.5 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ വാക്കല്ല. കൊല്ലുമെന്ന് പറഞ്ഞ കാളഭാസ്കരൻ കൊന്നിരിക്കും. ഈ പറയുന്നതേ മാളുവിന്റെ അച്ഛനാ. അയ്യോ, മാളുവിന്റെ അച്ഛനായിരുന്നോ? കണ്ടാ മാളുവിന്റെ ആങ്ങളയാണെന്ന് പറയത്തുള്ളൂ. പയ്യൻ പറഞ്ഞ കേട്ടോ, നമ്മളെ മോള് മാളുവിന്റെ ആങ്ങളയായിട്ട് എന്നെ തോന്നത്തുള്ളൂ. അപ്പൊ ഈ കണക്കിന് ഞാൻ മുടിയും മീശൻ ഡൈ ചെയ്ത് ഒരു പാന്റ് ഷർട്ടോട്ട് വന്നെങ്കിലാ. നിങ്ങളൊരു തന്തയാണ്. അങ്ങോട്ട് പോയി ചോദിക്കും. ഞാൻ മര്യാദയ്ക്ക് അവളെ പുറകെയുള്ള കറക്കം നിർത്തിക്കണം കേട്ടോ. ഇങ്ങനെ പറയില്ല. നിനക്ക് എന്തുവാണ് പ്രേമം എന്ന് പറയാൻ? നിനക്ക് നീയും അവളും പഠിക്കുന്ന കാലഘട്ടമാണ്.
ഈ പഠിക്കേണ്ട പിള്ളേർക്ക് ഇപ്പൊ പ്രേമം മണ്ണാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞു കിടന്നാൽ ഭാവി എന്താകും? വലുതാകുമ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആകാൻ പറ്റുമോ? ഇല്ല. അവസാനം വലുതാകുമ്പോൾ ഒരു ജോലിയും കിട്ടാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂട്ടുകാർക്കും വേണ്ടാതെ ഒരു മണ്ട ശിരോമണിയായിട്ട് വല്ല കാളച്ചന്തയിൽ കാളക്കച്ചവടം നടത്തേണ്ടി വരും. അങ്ങളിൽ എന്താ പണി? എനിക്ക് കാളക്കച്ചവടം അത് നീ വിടെ, അത് വിടെ കേട്ടോ. മോനെ, നിനക്കൊരു കാര്യം അറിയോ? ഞാനൊരു രോഗി, അറിയാമോ? എന്ത് രോഗം? സംശയരോഗം. തൊട്ടേലും പിടിച്ചാലും നമുക്ക് സംശയമാണ് തന്നെ, സത്യമായിട്ടും. അതായത് ഞങ്ങളുടെ അയലത്തെ വീട്ടിലെ ഒരു പെടക്കോടി ഞങ്ങളുടെ വീട്ടിൽ വന്ന ആ പെടക്കോടി എന്നെ വെച്ച് ഇവിടെ സംശയിക്കും. അത്ര സംശയമായി, അത്ര സംശയമുള്ള പെങ്കൊച്ചാവള. അതുകൊണ്ടാണ് മോനെ നീ എങ്ങനെയെങ്കിലും അത് ആ പെങ്കൊച്ചോട്ടുള്ള ഇതൊന്ന് ഒഴിയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് തന്നെയല്ല, ഇവക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് മോനെ. എന്ത്? പറഞ്ഞു കുറേ അങ്ങോട്ട് കൊച്ചിന്റെ കേസ്. അതെ മോനെ, ഈ ബന്ധം ഒഴിയണം. നിനക്ക് പറ്റിയ പെണ്ണല്ല ഇവള്. എന്താ കാര്യം എന്തെന്ന് പറ. ഇവക്ക് നല്ല ശീലങ്ങളൊന്നും ഇല്ല. നേരം വെളുക്കുന്നവരെ ഇവള് കിടന്ന് ഉറങ്ങും. ഓ, പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാലോ ഓ ഇവളോട് ഒരു കൂർക്കം മതി. ഓ, ചെവി തന്നെ കേൾക്കാൻ പറ്റത്തില്ല, അറിയാമോ? അത് മാത്രമല്ലെന്ന്, ഇവള് സിഗരറ്റ് വലിക്കും. എന്റെ മോളായിട്ട് ഞാൻ പറയാൻ പറ്റും. പക്ഷെ ഇവള് സിഗരറ്റ് വലിക്കും. ഒരു ദിവസം ബാത്റൂമിനകം നേർച്ച പോവാ. ഞാൻ വിചാരിച്ച പുല്ലെല്ലാം കൂടെ നിന്ന് കത്തുന്നു. പിന്നെ അത് തന്നെയല്ല, നിന്റെ ഭാവി ഓർത്താ കൊച്ചാ ഞാൻ പറയുന്നത്. എവള് വേറൊരു ചുറ്റിക്കളി ഒരു കമ്പനി ഉണ്ട് ഇവക്ക്. ഞാൻ ഷാനവാസ് തിയേറ്ററിൽ വെച്ച് രണ്ടിനൂടെ കയ്യോടെ ഞാൻ പിടിച്ചാ. ഞാൻ സത്യമായിട്ട് അങ്ങനെ ഒരു പെങ്കൊച്ചിനെ മോന് വേണോ? മോനൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു പെങ്കൊച്ചിനെ മോന് വേണോ? മോന് വേറെ ഭാവി കിട്ടും. അതാ ഞാൻ പറഞ്ഞേ. ഞാനപ്പം മറക്കണോ? പിന്നല്ലാതെ ഞാൻ പറക്ക്. നീ അത് പറയണം അവളോട്. നീ അവളോട് പറയണം. അവളോട് ഞാൻ അവളോട് പറയണം. ശരി, ഞാൻ മറക്കാം. ഞാൻ അവളോട് പറയണം. പക്ഷെ ഞാൻ അവളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല കൊണ്ട് ഭിത്തിയിലിരിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അവക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ? നിന്റെ വളർത്തു ദോഷം അതല്ലേടി. പൊന്നെ പോലെ വളർത്തിയ ഒരു പെങ്കൊച്ചാണാടി അത്. അവൻ പറഞ്ഞേട്ടാ ദേഷ്യം വന്ന അവള് തല ഭിത്തിയെ കൊണ്ടിട്ടിരിക്കുമെന്ന്. കൊച്ചിലെ പോലെ അങ്ങനെ വളർത്തിയ കൊച്ചാടി അത്. തല ഭിത്തിയെ കൊണ്ടിട്ടിരിക്കും അത്രേ. ഇതാരെ കണ്ട് പഠിച്ചെന്നറിഞ്ഞില്ലല്ലോ ഭഗവാനെ. നിങ്ങൾ 5 പേരിൽ ആരാ ഈ മാളുമായിട്ട് പ്രശ്നമുള്ള? 5 പേരിൽ എന്നോടല്ല, അങ്ങോട്ട് പോയി ചോദിക്കും. ഉണ്ണിയപ്പം അല്ല അവിടെ തലയിട്ടിടിച്ചപ്പോ മുടച്ചു വന്നത്. ഇച്ചിരി പച്ചവെള്ളം തൂക്കുമ്പോൾ പോകും. അല്ല, ഉണ്ണിയപ്പം മറക്കണോ? പിന്നെ ഉണ്ണിയപ്പം മറച്ചിടണം. അല്ലെ ഒരു സൈഡ് വേവത്തുള്ളൂ, 2 സൈഡ് വേവണ എങ്ങനെ? അതല്ല, ഉണ്ണിയപ്പം അവളെ മറക്കണോന്ന്. മറക്കുന്നതാണ് മോന് നല്ലത്. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രേമം തുടർന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം മരിക്കാൻ കണക്കി ഒരു കുപ്പി വിഷോട്ട് നടക്കുവോ എന്റെ ഭർത്താവ്, അറിയാമോ? ഏത് സമയവും മരിക്കാൻ വേണ്ടി ഒരു കുപ്പി വിഷവും കാണിച്ചുകൊടു. ലോലിപോപ്പ്. ഇളയ ചെറുക്കനെ നിക്കർ മാറിയിട്ടോണ്ട് വന്നേ. ഞാൻ മറക്കാം. അല്ല മറക്കണം. ഒരു നിക്കർ മാറിയിട്ടൊക്കെ എന്തോ ഇരിക്കുന്ന ഇത്ര ഓർത്ത് വെച്ചോണ്ടിരിക്കാൻ മറന്നേരത്. അതല്ല, ഞാൻ മാളൂനെ മറക്കാന്ന് പറയായിരുന്നു. മറക്കണം, അതാണ് മോന് നല്ലത്. നിന്റെ ഭാവി ഓർത്താ ഞാൻ പറയുന്നത്. നീ അവിടെ നിന്ന് ധൈര്യം കൊണ്ട് ആയിരിക്കും. നീ അത് വിട്ടേരും മോനെ. അതാണ് നല്ലത് കേട്ടോ. ഞാൻ പൊക്കോട്ടെ. നമ്മക്ക് നല്ല അതാണ് പിന്നെ സംഭവം കയറി ഏറ്റാ. എന്റെ ബുദ്ധി എന്തോ ബുദ്ധി? പെങ്കൊച്ചിനൊരു ഭാവിയുള്ളതാണ്. പിന്നെ അവനെ പറഞ്ഞു ഒതുക്കണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞു, അവര് പിള്ളേര് വിട്ടേനെ കേസ്. നമ്മളിത് പറയേണ്ട കാര്യമില്ല. എന്നാലും അവര് കാര്യം പറഞ്ഞു മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, ഇത് എന്റെ അനിയൻ ബിനുവിനെ വിളിച്ച് പറയണ്ടേ? അവനെ വിളിച്ച് പറയാം. അവൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം വേറൊരു പയ്യന് അതെ കളിയച്ചാരല്ലെങ്കിലേ പിന്നെ കൊച്ചിനെ ആലോചിച്ച. എടാ ചോക്ലേറ്റ് ബിനുവേ, എടാ ചെറുക്കനെ കണ്ട് ഞങ്ങൾ വിരട്ടി കാര്യം സാധിച്ചിട്ടുണ്ട്. ഇനി പ്രശ്നമില്ല. ആ മാളൂട്ടിന്റെ പുറകിൽ അവൾ നടക്കത്തില്ല. അവൻ നിന്റെ ചെറുക്കന് തന്നെ മാളൂ, നമ്മൾ പറഞ്ഞു വെച്ച പോലെ കേട്ടോ. ഓക്കെ. അവൻ പെയിന്റ് അടിക്ക് പോയി കാറ്റുണ്ടാക്കാൻ പറ ചെറുക്കൻ. ഓക്കെ എല്ലാം ഇനി വേറെ വിഷയം. നമ്മുടെ ബുദ്ധി ഏറ്റു. ഓക്കെ സമാധാനമായി. എന്തോ പറ്റിയ? ഞാൻ എന്തൊക്കെയോ എന്റെ തലയ്ക്ക് ഭ്രാന്തായിട്ട് ഞാൻ വണ്ടി എടുക്കാൻ മറന്നുപോയി. വണ്ടി എടുക്കാൻ മറന്നു. വിഷമിക്കണ്ട, നിനക്ക് വിഷമം കാണും കേട്ടോ. അവളെ വിട്ടേര്. അതാ നിന്റെ ഭാവിക്ക് വേണ്ടിട്ട് ഞാൻ പറയാം. ശരി ഞങ്ങള് മോനടാ അവിടെ നിന്ന് ഒരു കാര്യം ചോദിക്കും. ഞാൻ നീ എവിടുത്തെ? ഞാൻ നടേശ മുതലാളി കേട്ടിട്ടുണ്ടോ? കൊള്ളാം. നടേശൻ മോലാളി നീ കേട്ടിട്ടുണ്ടോ? ഞാൻ എത്ര തവണ കേട്ടു. അതെ. നടേശൻ മോലാളിന്റെ വീടിന്റെ അവിടെ. വീടിന്റെ അവിടെ അല്ല, നടേശ മുതലാളി എന്റെ പപ്പയാ. ടൗണില് 5 സ്വർണ്ണക്കട. അതെ. പെട്രോൾ പമ്പ് ഉണ്ടല്ലോ. പെട്രോൾ പമ്പ് 4 ഉണ്ട്. സൂപ്പർ മാർക്കറ്റാ ചേട്ടാ. അതുണ്ട്. അവിടുത്തെയാ? അവിടുത്തെ ഒറ്റ മോനാ ഞാൻ. ഒരു മോനേ ഉള്ളൂ. അതെല്ലേ? അതെ. പൊയ്ക്കോട്ടെ നിങ്ങള്. പോലെ ഉഷേ, നിനക്കിന്ന് ഓണം. ഈ വീട്ടിനോട് വാങ്ങി ഇടിക്ക് കീറും ഞാൻ. നിന്റെ ആങ്ങളെ ആ ചോക്ലേറ്റ് പെയിന്റ് അടിക്കാൻ പോണ 10ാം ക്ലാസ്സിൽ തോറ്റവനെ കെട്ടിച്ചെടുക്കാൻ നിൽക്കില്ല.
കൈവിട്ട് പോയാൽ ഇപ്പൊ ഏത് മുതലാ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ഓണമാ നിനക്ക് നോണം. മോനെ അങ്കിൾ ഇപ്പൊ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാലേ, ഇപ്പോ മാളു നീയോട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ മാളുവിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും എന്നാണ് അങ്കിളിന്റെ ഒരു ഇത് മോന്റെ അഭിപ്രായം. വേണ്ടങ്ങളെ, അതിനി ശരിയാവില്ലങ്ങളെ. ശേ, കുഴപ്പമില്ലെന്ന് വെറുതെ പറയുന്നത്. അത് ശരിയാവും, അവള് ശരിയാകും. അല്ല, ഇങ്ങനെ കൂർക്കം വലിക്കുന്ന ഒരു പെണ്ണിനൊന്നും എനിക്ക് വേണ്ട. ആര് കൂർക്കം വലിക്കണം നീ പറയുന്നത്? അവളല്ലേ പറഞ്ഞേ, ഞാനല്ലേ ഈ വലിച്ചു തള്ളുന്ന മൊത്തം കൂർക്കം. പിന്നെ 2 അടിച്ചിട്ട് വരും രാത്രി ഇങ്ങനെ കടന്ന്, ഞാനല്ലേ വലിക്കുന്നത്, ഞാനല്ലേ ഞാനാ കൂർക്കം വലിക്കുന്നത്. അവള് കിടന്നിട്ടുണ്ടോന്ന് പോലും നമ്മൾ അറിയാൻ പറ്റില്ല. ശരിയാ. അതുമല്ല, സിഗരറ്റ് വലിക്കുന്ന ഒരു പെണ്ണിനൊന്നും എനിക്ക് വേണ്ട. ഞാനല്ലേ ഈ സിഗരറ്റ് മൊത്തം വലിച്ചു തല്ലുന്നത്, ഞാനല്ലേ. പിന്നെ ഞാൻ മൂക്കിൽ കൂടെ പോകടുമല്ലോ, അതൊക്കെ ഞാൻ മേല. അപ്പോഴാ അങ്ങള് വലിക്കുവോ? ഞാൻ വലിക്കും. അത് തന്നെ, സിഗരറ്റ് വലിക്കുന്ന കുടുംബത്തിലോട്ടൊന്നും ഞാനില്ല. നിർത്തിച്ചല്ല ഇനി. പഞ്ചായത്ത് അടിസ്ഥാനത്ത് എവളുമായിട്ട് ഡിയക്ഷൻ സെന്റർ കൊണ്ടിട്ട് 5 മാസമായിട്ട് ഇപ്പൊ വലിയില്ലല്ല. ഇപ്പൊ ആരെങ്കിലും വലിക്കുന്ന കണ്ടാൽ ആ പണിയില്ല. അതാ ഞാൻ പറഞ്ഞ. അത് വേണ്ട. അല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, അത് വേണ്ട, അത് ശരിയാവത്തില്ല. അതുകൊണ്ടാ നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ സിനിമാ തിയേറ്ററിൽ കിടന്ന് കളിക്കുക അല്ലേ? അല്ലേ? എന്റെ മനസ്സിലുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ സിനിമാ തിയേറ്ററില്ലേ, അവിടെ അവള് വന്നതാ നിന്നെ കാണാൻ. ഞാൻ പറഞ്ഞിട്ടാ. വേണ്ട. എന്റെ അനിയൻ ചെറുക്കനെ പറഞ്ഞു വിട്ടാൻ അങ്ങോട്ട്, അവനല്ല മറ്റവനല്ല. അല്ലേ? അങ്ങനെ സിനിമയ്ക്ക് പോയ ഒരു പെണ്ണിനൊന്നും എനിക്ക് വേണ്ട. ഇനി സിനിമയ്ക്ക് നിന്റെ കൂടെ അല്ല വരുന്നത്, പിന്നെ ഞാൻ പ്രശ്നം എന്നാന്ന്. ഞാൻ വേറൊരു കേസ് ചോദിക്കട്ടെ. അളിയച്ചാരോട് ഇത് പറഞ്ഞോ? അളിയച്ചാരോ? നിന്റെ പപ്പ നടേശൻ മോലാലോട് ഇത് പറഞ്ഞാന്നായി ചോദിക്കുന്നത്. ഞങ്ങൾ അളിയന്മാരല്ലേ ഇനിയിപ്പോ. അത് ഞാൻ പറഞ്ഞായിരുന്നോ? പപ്പ, എനിക്ക് ഇങ്ങനെ ഒരു പെണ്ണുമായിട്ട് സ്നേഹമുണ്ട്. അപ്പൊ പപ്പ പറഞ്ഞു, എന്റെ ഒറ്റ മോനല്ലേ, അതുകൊണ്ട് നിന്റെ ഇഷ്ടമാണ് പപ്പയുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. ഓ ശരി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി മാളുവിന്റെ വീട്ടിലോട്ട് പെണ്ണി ചോദിക്കാൻ വേണ്ടിട്ട് വരാനിരിക്കായിരുന്നു. ആയിരുന്നോ? ആ. പക്ഷേ നിനക്കുന്ന ഓണോ വീട്ടോട്ട് വാങ്ങി കേട്ടോ. അങ്കിളിന് വേറൊരു കാര്യം അറിയോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുണ്ടല്ലോ, ടൗണിലെ ഒരു ജ്വല്ലറി അങ്കിളിനെ ഏൽപ്പിക്കാനിരുന്നതാ. നീ കളഞ്ഞാലോ ഇപ്പം എന്താ ആ ചോക്ലേറ്റ് മിനു എന്റെ പെയിന്റ് അടിക്കാൻ അങ്കിളെ, പപ്പയുണ്ടല്ലോ നല്ലൊരു മനസ്സിന് ഉടമയാണ് പപ്പ. അതെ. പപ്പ എന്നോട് പറഞ്ഞ കാര്യം എന്താ പറയാ, മോനെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മാളുവിന്റെ റിലേറ്റീവ്സ് ആരും നമ്മുടെ പെട്രോൾ പമ്പിൽ വന്ന് പെട്രോൾ അടിച്ചാലും അവരുടെ ഒന്നും പൈസ വാങ്ങിക്കണ്ടെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? അവൻ തമ്മയിച്ചില്ലായിരുന്നെങ്കിലേ കാളമൂത്രം എടുത്ത് പെട്രോൾ ടാങ്കിന് ഒടിച്ചിട്ട് പുല്ലന്മാരെ ഓടിക്കൊണ്ട് നടന്നേനെ. ഇപ്പൊ ഞാൻ ഇടപെട്ടുണ്ടോ നടന്നു കേട്ടോ. നീ വേറെ പ്രശ്നമില്ല മോനെ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. ഞാൻ വേറെ വിഷയമുണ്ട്. അല്ല, വേണ്ട, അത് ശരിയാവത്തില്ല. ഇനിയിപ്പോ എന്റെ മനസ്സിൽ ഈ ഒച്ചായ വിഷയമില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. അല്ല, ഞാനൊന്നും ചോദിച്ചോട്ടെ, നിങ്ങൾക്കെല്ലാം തരാന്ന് പറഞ്ഞു, എനിക്കൊന്നും തരൂലേ? എന്തോ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ പപ്പയോട് പറഞ്ഞിട്ട് ഒരു 5 പവന്റെ മാല ഈ കഴുത്തിലിട്ട് വരും. 5 പവന്റെ മാല കിടക്കേണ്ട കഴുത്തല്ലായിരുന്നു. ഒക്കളി പിന്നുവിന്റെ മോനെ കൊണ്ട് കെട്ടിച്ചിരുന്നല്ല, മറ്റേ കാളക്കിരുന്ന മൂക്കേറെടുത്ത് നിന്റെ കഴുത്തേടാ നിന്റെ അമ്മ കെട്ടിക്കാൻ. ആ ചോക്ലി പിന്നുവിനെ വിളിച്ച് പറയണം, അല്ലെ ആ പെങ്കുച്ച് അവന്റെ തലയിലായി പോകും. ഇതല്ലേ നല്ലത്. അങ്കിളെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്തുവാ നിനക്ക് വേണ്ട? എന്തുവാ നിനക്ക്? അങ്കിൾ ആദ്യം പറഞ്ഞു അവള് തിയേറ്ററിൽ പോവും, പുക വലിക്കും, പിന്നെ വേറെ ഏതൊരു പയ്യനായിട്ട് കമ്പനി ഉണ്ട്. ഷീറ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ, സ്വന്തം തന്റെ ഒരു മോളെ കുറിച്ച് അങ്ങനെ പറയൂ? അല്ല, ജോക്കാണ് മിസ്റ്റർ. ഞാൻ ജോക്കടിയുടെ ആളാ. ഞാൻ അടിക്കുന്ന ജോക്ക് അടിക്കും, ഇടുന്നെങ്കിൽ ജോക്ക് ഇടും, അങ്ങനെ തൊട്ടാണ് ഞാൻ. ഇതിപ്പോ ഇന്ന് പാളിപ്പോയി. അല്ലല്ല, ഞാൻ ചോദിച്ചോട്ടെ, സത്യത്തിൽ അങ്കിൾ മാളുവിന്റെ അച്ഛൻ തന്നെയാണോ? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാ ചെറുക്കൻ എടുത്ത് ഇട്ട് തന്നേക്കണം. ഇപ്പൊ നീ ഇതിലേതെങ്കിലും എന്തോട്? അതെ. ശരി, അങ്കിള് പറഞ്ഞ സത്യമാണെന്ന് സത്യം ചെയ്തു തരാമോ? ഏത് അങ്കിള് ഇവളിങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് എന്നോട് പറഞ്ഞ സത്യം? എന്റെ ചിറ്റപ്പൻ്റെ കൂടെ ഒളിപ്പിച്ചോടി പോയ എന്റെ 2ാം അമ്മയാണ് സത്യം. അങ്ങനെ ഞങ്ങൾ അത്ര ഫാമിലിയാണ് ഞങ്ങൾ. അങ്ങനെ പക്ഷെ അങ്കിള് പറഞ്ഞോണ്ട് എനിക്കെല്ലാം വിശ്വാസമായി പോയായിരുന്നേ. എന്റെ പൊന്നെ കൊച്ച വിഷയമില്ലെന്ന് ഞാനല്ലേ പറഞ്ഞു. ഉറപ്പല്ലേ? ഉറപ്പെന്ന്. നീ ധൈര്യമായിട്ട് നില്ലടാ. നിങ്ങൾ വെറുതെ ആങ്ങളെ വിളിക്കല്ലേ? അവനെ പിടിച്ച് ഞാൻ 2 വർത്താനം ഞാൻ പറയില്ല. വിളിക്കല്ലേ? പിന്നെ 10ാം ക്ലാസ് പോയിട്ട് പെയിന്റ് അടിക്കാൻ പോണ അവന് കൂടെ. എടാ ചോക്ലിയേ, എടാ നിന്റെ ചെറുക്കനെ നീ വേറെ വല്ലത്തും കൊണ്ടുപോകാൻ കേട്ടാ. വേറെ വല്ല പെമ്പിളാരെ കൊണ്ട് കെട്ടിയില്ല. എടാ നടേച്ചൻ മോലാരുടെ മോനുമായിട്ട് ഞങ്ങളിപ്പോൾ കല്യാണം ഉറപ്പിച്ച് മാളുവിൻ്റെ അളിയനോട് അതങ്ങ് തീരുമാനിച്ചു. ഇനി മേലാൽ പണക്കാരുടെ ഫോണിലോട്ട് അങ്ങനെ നീ വിളിക്കാം കേട്ടാ. നിനക്ക് എന്തുവാണ് ഇത്ര പണക്കാരുടെ ഫോണിലോട്ട് വിളി? തീർത്തല്ല അത് ഞാൻ.
പണിയാൻ കൊടുക്കും. അങ്കിളെ മോനെ റെഡിയായി. എന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. ഇവിടെ കൊച്ചാ വിഷയമില്ലെന്ന് ഞാൻ ഒരു മാറ്റം വരരുത്. ഇല്ലെന്ന് ഞാനില്ലേ പറയുന്നത്. അങ്കിളിനെ വിശ്വസിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ കലാശാല ബാബുന്റെ മുഖത്തിന് ഉമ്മ ഇരട്ടെ ഞാൻ. എനിക്ക് അത്രയാണ്. നോക്കിയേ എന്നെ നോക്കിയേ. കലാശാല ബാബും രാജംബീതെ കൂടെ ഒരു തകർക്കം നടക്കും. വിളിക്കുന്നത് എന്തിനു വിളിക്കും? ചൊക്ലി വിളിക്കുന്നു. ചൊക്ലി ബിനു. എന്റെ ആങ്ങള. എടാ ചൊക്ലിയേ, നിനക്ക് എന്തുവാടാ ഈ പണക്കാരുടെ ഫോണിനകത്തോട്ട് ഇത്ര കിടന്ന വിളി എന്തുവാ നിനക്ക്? എന്തുവാ? അല്ല 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 അല്ല. ഓക്കെ. എന്ത് പറ്റി? ഓക്കെ. എന്ത് പറ്റി? ഞാനിപ്പോ ചാവേ. എന്ത് പറ്റിയെന്ന് പറ. ഞാനിപ്പോ ചാവേ. അണ്ണ എന്ത് പറ്റിയെന്ന് പറ. പൊളിഞ്ഞു. അണ്ണാ നിങ്ങൾക്ക് എന്ത് പറ്റി അത് പറ. സംഭവം ഉറപ്പിച്ചല്ലോ. ചുക്ലിബിനെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ മോന്നവൻ ആ ചെറുക്കനോട് അത് പറഞ്ഞെന്ന്. എന്നിട്ട് ആ വാസിക്ക് നമ്മുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ മാളൂസിനെ കൊണ്ട് അവൻ പോയി ഏതോ ഒരു അമ്പലത്തിൽ ചെന്ന് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് എല്ലാം കൂടെ എനിക്കറിയാമല്ലോ ഉണ്ടാക്കിച്ച് വീട്ടിൽ കൊണ്ട് വിളിച്ച് നിർത്തിയേക്കണത്. അയ്യോ അയ്യോ എനിക്ക് വയ്യേ. അങ്കിളെ എന്താ പറ്റിയേ? ഇല്ലല്ലോ ഒന്നുമില്ല മക്കളെ. പറ, എന്നോട് പറ. ഒന്നുമില്ലടാ. നീ പൊട്ടന് ലോട്ടറി അടിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്നാ ആ അടിച്ച ലോട്ടറി എവിടെ ആങ്ങളാ ചൊക്ലി പിന്നെയും കൂടെ വലിച്ചങ്ങ് കീറി. അണ്ണാ ഉഷേ നിനക്കിന്ന് ഓണം. നല്ല കൈ. അടിപൊളി ഗംഭീര സ്കിറ്റ്. നിങ്ങളുടെ ഈ കളിയുടെ ഉള്ളിൽ വേണ്ടത് എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? തമാശകളും കൗണ്ടറുകളും ആണെന്ന് പറഞ്ഞു. ഇത് ആവശ്യത്തിനും അതിൽ കൂടുതലും നിറച്ച ഒരു സ്കിറ്റായിരുന്നു. മനോഹരമായ ഒരു സ്ക്രിപ്റ്റ്. അതിൻ്റെ അകത്ത് നിങ്ങളുടെ പ്ലേയും കൂടെ ആകുമ്പം നിങ്ങളാണ് ശ്യാം ഇതിൻ്റെ നട്ടല്ലാണ് കേട്ടോ. ശ്യാമിൻ്റെ ആ പവറിൽ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവർ എത്ര ലൗഡായിട്ട് സംസാരിച്ചാലും എത്ര ലോ ആയിട്ട് സംസാരിച്ചാലും അവർ അതുമായിട്ട് സിങ്കായി പോകുന്ന രീതിയിലാണ് നിങ്ങളുടെ അത്ര ഇടപഴകിയാണ് നിങ്ങൾ ഈ സ്കിറ്റ് ചെയ്തത്. കാര്യം രാജേഷ് ഭയങ്കര സൈലന്റ്. അത് വേണ്ട നടശമരാളുടെ മോനല്ലേ അപ്പൊ ആ ഒരു അല്ല അത് വേണ്ട ഏട്ടാ എന്ന് പറഞ്ഞാൽ സാമട്ടിൽ മാറി നിൽക്കുകയാണ്. ഇപ്പുറത്തെ വൈഫ് ആണെങ്കിൽ ഭയങ്കര ഹൈയിൽ ചൊക്ലിബിനുവിന്റെ പെങ്ങളല്ലേ. അപ്പൊ ഇവിടുന്ന് ഭർത്താവ് ഈ തിരുവോണം നിനക്ക് പക്ഷേ നിനക്ക് ഓണവാടി എന്ന് പറയുമ്പോൾ അവന് സൈലന്റ് ആയി. അതിൻ്റെ ഇടയ്ക്ക് നിന്നുള്ള കളി ശ്വാസം മുട്ടിപ്പോകും കേട്ടോ. നമുക്ക് കണ്ടിരുന്ന നമുക്ക് ശ്വാസം മുട്ടി. അപ്പം അത് അഭിനയിച്ച ശ്യാമിന് എന്തോരം ശ്വാസം മുട്ടി കാണും. മനോഹരമായി. ഇതാണ് നമുക്ക് ഈ വേദിയിലേക്ക് വേണ്ടത്. ഇത്ര പവറിലും ഇത്ര കൗണ്ടറിലും ഇത്ര പഞ്ചിലും ഇത്ര ടൈമിങ്ങിലും നിങ്ങൾ എത്തിപ്പെടാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. 2, 3, 4 എപ്പിസോഡ് ആയിട്ടുള്ളൂ. ഈ 4 എപ്പിസോഡിൽ ഒരു ട്രെയിനിങ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നാലാമത്തെ സ്കിറ്റ് അല്ലേ? നാലാമത്തെ സ്കിറ്റ്. അത് നിസ്സാര സമയം കൊണ്ട് ഇവിടെ എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഞങ്ങൾക്ക് തന്നു. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി ഗംഭീരം. ചേട്ടാ ശ്യാമേ എന്തോ ആദ്യം എഴുന്നേറ്റുന്നൊരു സല്യൂട്ട് അടിക്കാം. അല്ല ഗംഭീരമായിരുന്നു. ഒരു 1 man ഷോ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. എന്നാൽ ഈ 2 പേരില്ലാണ്ട് അത് കളിക്കാനും പറ്റൂല. ഗംഭീരം. ആ ക്യാരക്ടർ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് അത് നമുക്ക് ഇപ്പോഴും പുറത്തിറങ്ങിപ്പോയില്ലേ ഞങ്ങളുടെ മനസ്സിൽ നിന്ന്. കാളഭാസ്കരൻ ആ പേരിനനുസരിച്ചുള്ള പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ട്. പക്ഷേ മനസ്സെന്ന് പറഞ്ഞാൽ ചില ദുഷിപ്പുകളും ചില ബുദ്ധിയില്ലായ്മയൊക്കെ ഉണ്ട് പുള്ളിക്കാരന്. അത് ഭയങ്കരമായിരുന്നു കേട്ടോ. അത് നിങ്ങൾ പിന്നെ ഈ പെണ്ണിനെ തിരുത്താനായിട്ട് ഈ ചെക്കൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഈ പെണ്ണിനെ നമ്മുടെ സ്വന്തം മോളെ കുറിച്ച് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയൂല. ഇയാൾ പറയണെന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കും, ഊർക്കം വലിക്കും. തിയേറ്ററിൽ പോയി ഏതോ പയ്യനായിട്ട് കറങ്ങി നടക്കും. ഭയങ്കര പ്രശ്നം. അയ്യോ അത് പ്രശ്നമാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇയാൾ ആരാണെന്ന് അറിയുമ്പോഴാണ് ഒരു അതിനകത്തൊരു വെപ്രാൾ കുറേ റിയാക്ഷൻസ് ഉണ്ടായിരുന്നിട്ടാ. അയ്യോ 2 മിനിറ്റോളം അത് തന്നെയാണ്. 2 മിനിറ്റോളം ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. തൊഴുകണോ കൈ കടിക്കണോ ഭയങ്കര ഉമ്മ കൊടുക്കുന്ന സംഭവങ്ങൾ അങ്ങനെ. പിന്നെ ഈ കലാശാല ബാബുവിനൊരു ഉമ്മ തരാം. കലാശാല ബാബുവും പിന്നെ നമ്മുടെ രാജൻ പി ദേവും
ഇതിനകത്ത് ഈ സ്കിറ്റിലുള്ള ഓരോ സെഗ്മെന്റും, അതായത് ഇവരൊരു സെഗ്മെന്റ് ആണെങ്കിൽ മറ്റേ ഫോൺ പെങ്ങളുടെ മോൻ ഒരു സെഗ്മെന്റ് ആണ്, വീണ്ടും പെങ്ങളുടെ മോനെ വിളിക്കുന്നു, ചൊക്ലിന്ന് വിളിക്കുന്നു, പോടാ പണക്കാരുടെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്താ അങ്ങനെയൊക്കെ പറയുന്നു വീണ്ടും. അപ്പൊ ആ സെഗ്മെന്റുകളെല്ലാം ഉൾപ്പെടുത്തിയാക്കണം, എല്ലാം നല്ല കൗണ്ടറുകൾ കൊണ്ടാണ്. അതാണ് ഈ സ്കിറ്റ് നന്നായിട്ട്, കാരണം ആദ്യം തുടങ്ങി അവസാനം വരെ ചിരിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി 1 മണിക്കൂർ ഈ കാള വർക്ക് എന്ന് പറഞ്ഞാൽ, അല്ല കാള ഭാസ്കരൻ വന്ന് നിന്നാലും ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നത് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലും ഇയാൾ കയറും എന്തായാലും. അപ്പോൾ ഇത് ആവർത്തന വീണ്ടും വീണ്ടും വരാനുള്ളൊരു ഊർജ്ജം നിങ്ങൾക്ക് കിട്ടട്ടെ. ആദ്യം തുടങ്ങി അവസാനം വരെ നല്ല കൗണ്ടറുകളായിരുന്നു, ഗുമ്മൾട്ടി പരിപാടി. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മണിക്കൂട്ടാ. അത്യുജ്വലമായൊരു ആക്ടായിരുന്നു. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കേണ്ട, എഴുന്നേറ്റ് നിന്ന് നമ്മൾ കൈയടിക്കണം, വേറെ നിർത്തിയില്ല. ഇത് എന്താ പറയണ്ടേ ഷാംബായ്, ഒരാൾ നിന്നങ്ങ് പെർഫോം ചെയ്യുമ്പോൾ കൂടെ നിന്ന് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ആക്ടിനെ മനോഹരമാക്കുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. കാരണം ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങളൊരു മീറ്റർ പിടിച്ചിട്ടുണ്ടല്ലോ, ഒരു സ്ഥലത്ത് പോലും നിങ്ങൾ താഴെ പോയിട്ടില്ല. അതിനോടൊപ്പം തന്നെ സ്കൂട്ടർ കൊണ്ടുവയ്ക്കുമ്പോൾ കാലി വീണിട്ട് ഒരു ഞണ്ടൽ തുടങ്ങി. അത് അവസാനം വരെ നിങ്ങൾ നിലനിർത്തി. കാരണം ഇടയ്ക്ക് വേണമെങ്കിൽ അത് വിടാം. ആക്ട് ചെയ്ത പെയിൻ ആക്ട് ചെയ്തേക്കുന്നത് കൊണ്ട് അതും കൂടെ പിടിച്ച് ഈ മീറ്ററിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല, ഗംഭീരമായിരുന്നു. ഒരുപാട് മുഹൂർത്തങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞു. ഞാൻ ഏറ്റവും പൊട്ടിച്ചിരിച്ച ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് ഈ മോള് തലയിട്ടടിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഭാര്യ നിന്റെയാണ് വളർത്തുവശം എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ എവിടെ തലയിട്ടടിക്കുന്ന ഒരു സംഭവം ഇയാളിൽ നിന്ന് കിട്ടിയതാണ് മോഹൻ. എവിടുന്ന് കിട്ടിയത്? അതൊരു ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വയലൻസ് അഗെയിൻസ്റ്റ് വുമൻസ് നമ്മൾ ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമല്ല. പക്ഷേ ഈ സ്കിറ്റിൻ്റെ സ്വഭാവം വെച്ച് നമ്മൾ നടക്കുന്ന ഓണം എന്ന് പറയുന്നത് അത് ഒരു തമാശ ഗംഭീരമായിട്ടുള്ളൊരു ആക്ട് തന്നെയായിരുന്നു. അതുപോലെ തന്നെ രാജേഷ് ഭായ്, നിങ്ങളെന്ന് പറഞ്ഞല്ലോ എല്ലാം തികഞ്ഞ ഒരാളാണ്. കാരണം വീട്ടിലെല്ലാം ഉണ്ട്, സ്വത്ത് എല്ലാം. ഇതിനൊരു അണ്ടർപ്ലേ ഉണ്ട്. എന്നാൽ അതിലൊരു നർമ്മം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം. ഗംഭീരമായിട്ടുള്ളൊരു എന്താ പറയണ്ടേ, ഒരു മെച്യൂർഡ് ലെവൽ ഓഫ് ആക്ടിങ് ആയിരുന്നു കേട്ടോ. അത് തീർച്ചയായിട്ടും ഇതുപോലുള്ള പെർഫോമൻസ് ഇനിയും ഞാൻ കാണാൻ സാധിക്കട്ടെ. ഗംഭീരമായിരുന്നു ശ്യാം, ഗംഭീരമായിരുന്നു എല്ലാം. അപ്പോ നടേശ മുതലാളിക്കും ഉഷയ്ക്കും ഭാസ്കരനുമുള്ള മാർക്ക് ഞാനൊരു 35,000 രൂപ കൊടുക്കാണ്. 35,000 രൂപ ഒരാള്. നസീർക്കൊക്കെ അത്രയും കൈ കഴിഞ്ഞ് കൊടുക്കാന്ന് പറഞ്ഞാ ഭാസ്കരാ, നടേശമ്പരാളുടെ മോൻ പോയെങ്കിൽ എന്താ ചേട്ടാ. ഈ കാളഭാസ്കരൻ ഈ പണത്തിനോട് ഇത്തിരി ആർത്തിയുള്ള ആളാണ്. പിന്നെ എപ്പോഴും മക്കളെ കെട്ടിച്ചു വിടാന്ന് പറഞ്ഞാൽ അത് നല്ല സ്ഥലത്തേക്കല്ലേ കെട്ടിച്ചു വിടും. അതല്ല ഇത്തിരി ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ജ്വല്ലറിയും കിട്ടുമല്ലേ സ്വന്തമായിട്ട്. അത് തന്നെ. ഞാനേ 3 പേർക്കും കൂടി 40,000 രൂപ കൊടുക്കാം. രണ്ടുപേര് മാത്രമേ മാർക്ക് കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ തന്നെ 75,000 രൂപയുടെ സിൽവർ പഞ്ച്. ഒരു നല്ല കൈഡിയാവാം. ആർക്കും കൊടുത്തിട്ടില്ല നമ്മള്, എന്നിട്ട് സിൽവർ പഞ്ച് കിടന്ന് തിളക്കണ കണ്ടത്. ഇനി എന്റെ സൈഡിൽ നിന്ന് ഒരു പിടുത്തം ഉണ്ടാവില്ലേ നമുക്ക് നോക്കാം. എനിവേ ടോട്ടൽ എമൗണ്ട് 20,000 രൂപയുടെ ഗോൾഡൻ പഞ്ച്. അവൻ നിനക്കൊന്നും പഞ്ചോ ചാവുന്നാണോ? പറ, സന്തോഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. സന്തോഷം എന്ന് പറഞ്ഞാ ഇത് ചെയ്തത് പല സ്ഥലത്ത് ഞാൻ പിടിവിട്ട് ചിരിച്ചു പോയി. ബിജു അങ്ങോട്ട് തിരിഞ്ഞ് കണ്ടായിരുന്നു. ചിരി വന്നിട്ട് കലാശാല ബാബു റേഴ്സൽ ഇല്ലല്ലോ. ഇവിടെ കലാശാല ബാബുവിന് ഒരു ഉമ്മയെ കൊടുത്ത ആ പേര് പറഞ്ഞ ഉമ്മയെ കൊടുത്ത ചില ആളുകൾക്ക് അങ്ങനെ ക്യാരക്ടർ അങ്ങോട്ട് കേറി കഴിഞ്ഞാല് പിന്നെ ചിലപ്പോ അത് ഇറങ്ങി പോകൂല. ആ സാധനങ്ങളൊക്കെ വന്നോണ്ടിരിക്കും. ഇങ്ങനെ അദ്ദേഹം പറയേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. എന്നാലും ഒരുപാട് സന്തോഷം. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ 4ാമത്തെ സ്കിറ്റ് ആയിട്ടുള്ളൂ. ആദ്യത്തെ സ്കിറ്റ് 80 പോയി. പിന്നെ തൊട്ടടുത്ത 2 സ്കിറ്റുകൾ ഇത്തിരി മനഃപൂർവ്വം അല്ല, ഇതെന്തായാലും എല്ലാം കൂടെ ചേർത്ത് തന്നു. സന്തോഷം. ഇത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഈ സ്കിറ്റ് പോയ സമയത്ത്, സ്കിറ്റ് നടക്കുന്ന സമയത്ത് പലയിടത്തും ഞാൻ പിടിവിട്ട് ചിരിച്ചുപോയി. ഞാൻ എന്നിട്ട് ഞാൻ ചിരിക്കുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ, അത് കണ്ടത് ചിരിച്ചത് കാരണം മാർക്ക് കുറയൂ, അങ്ങനെയൊക്കെ പേടിച്ചിരിക്കരുത്. പക്ഷെ ശ്യാമ ഒരു പിടുത്തം പിടിച്ചിട്ട് ആ പിടുത്തത്തിൽ നിന്ന് വിട്ടില്ല കേട്ടാ. അതെ. അയ്യോ, ഒരു സ്ഥലത്ത് വരുമ്പോ മണിക്കുട്ടൻ പറഞ്ഞ പോലെ ആ കാലിന്റെ അത് പറ്റിയതിന് ശേഷം അത് വെച്ച് കളിക്കേണ്ട ഒരു ആവശ്യമില്ല, കോമഡിയാണ്. പക്ഷെ അതുവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അല്ല, ശ്യാമത അറിഞ്ഞു തന്നെ ചെയ്തതാണ് കാര്യം. ഇവിടെ ഇരിക്കുന്നവർ എന്തേലും നോക്കിയിരിക്കുക
കിട്ടിയല്ലേ വിജയന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫ്, മോള്, വൈഫിന്റെ പേര് ദീപ്തി. വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, ഒരു റേഷൻ കടയിൽ. റേഷൻ മുതലാളിയാ. മക്കളോ? മോള് ഇപ്പൊ LKG LKG. ശ്രീഭദ്ര എന്ന പേര്. ശാംബ്രോയുടെ വീട്ടിലോ ആരൊക്കെ ഉണ്ട്? ഞാൻ എൻ്റെ വീട്ടില് ഇപ്പൊ ഞാന്, എൻ്റെ വൈഫ്, 2 ആൺപിള്ളേര്, അമ്മ. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? വൈഫ് നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അക്കൗണ്ടിനായിരുന്നു. ഇപ്പൊ ഒരു കുറേ നാളായിട്ട് സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് അങ്ങ് ജോലിക്ക് പോകാന്ന് ഓർത്തു. അപ്പോ ആദ്യത്തെ പണി ഞാൻ കൊടുത്തു, ഫസ്റ്റ് ചേർക്കാൻ. അവന്റെ പേര്? അവനൊന്ന് വളരട്ടെ എന്നായി. അതാ കിടക്കുന്ന അടുത്തും കൊടുത്തല്ലോ. അടുത്തൊന്നും ജോലിക്ക് പോകാൻ പറ്റില്ല. വൈഫിന്റെ പേര് പാവത്തിന്റെ? അവിടെ പേര് മഞ്ജുഷ എന്നാണ്, മഞ്ജു എന്ന് വിളിക്കും. ചെറുതുങ്ങളുടെ പേര്? മൂത്ത ആള് അഭിനയ്, അവനിപ്പോ 6ാം ക്ലാസ് പഠിക്കുന്നു. ഇളയ ആള് ആലാബ്, അവൻ UKG. ആയുഷ് തിരുവമ്പാടി. അത് ഏത് തിരുവമ്പാടി? അത് ആലപ്പുഴ. ആലപ്പുഴ തിരുവമ്പാടി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, ഞാന്, ഭാര്യ, 2 കുട്ടികൾ. പേര്? ക്യാരക്ടർ വിട്. മുതലാളിയുടെ മോനിൽ നിന്നൊന്ന് ഇറങ്ങ്. അല്ല, ഇപ്പോഴും കലാശാല ബാബുച്ചടങ്ങ് ഇറങ്ങി. അതെ, വിഗൊക്കെ വെച്ചിട്ട് അങ്കിളെന്ന് വിളിക്കാനുള്ളതാണ്. ഭാസ്കരനെ അങ്കിളെന്ന് വിളിക്കാനുള്ളതാണ്. അച്ഛൻ വയലിനിസ്റ്റ് ആണ്. ഒരു ആലപ്പുഴയിൽ ഒരു ഓർക്കസ്ട്രയിൽ പോകുന്നു. അച്ഛന്റെ പേര്? രാജൻ. അമ്മ റീത്ത. മക്കള് അഖിൽ, അമൽ. പിന്നെ വൈഫിന്റെ പേര്? സുജാത. എന്ത് ചെയ്യുന്നു വൈഫ്? ഒന്നുമില്ല, വീട്ടിൽ തന്നെ ഹൗസ് വൈഫ്. അപ്പൊ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും എല്ലാവരുടെയും ഫാമിലിയെ ഒന്ന് നമുക്ക് പരിചയപ്പെടണം. അവർ വന്ന് നിങ്ങളുടെ സ്കിറ്റൊക്കെ നേരിട്ട് കാണണം. എന്താ? കല്യാണം കഴിഞ്ഞില്ലെന്ന് പല പെണ്ണുങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. വെരി ഗുഡ്. അത് ഇപ്പൊ ഈ പറഞ്ഞ അടക്കം വൈഫ് കേട്ടോണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ. പഞ്ച് എന്താന്ന് വെച്ചാ വീട്ടിലായിക്കോട്ടെ. ഈ പഞ്ചിന്റെ സന്തോഷം. അപ്പം നമുക്ക് ചേട്ടാ, നമ്മൾ ഇനി എന്ത് ചെയ്യും ചേട്ടാ? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അടുത്ത സ്കിറ്റ് എടുക്കട്ടെ. നമ്മുടെ കൊച്ചി പ്രതിഭട്ടുണ്ട്, കൂടെ ശ്രീജു ഉണ്ട്, സൂര്യശ്രീ ഉണ്ട്. ഒരു നല്ല കൈയടി. ഹലോ ഹലോ ഹലോ, നീ എവിടെയാടി? ഞാൻ വീട്ടിലാ. ഞാൻ ഇവിടെ വായനശാലയിലുണ്ടെന്ന്. കൊള്ളാം. നമ്മൾ ഇന്ന് പുറത്ത് വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് നീ വായനശാലയിൽ പോയി ബുക്ക് എടുത്ത് വായിക്കാൻ പോവാന്നോ? അടുപ്പിക്കാൻ വിട്ട സമയത്ത് ഞാൻ പുസ്തകം എടുത്ത് നോക്കിയിട്ടില്ല, പിന്നെയാണ് ഇപ്പോഴും. അതല്ല പറഞ്ഞത്, എടി വായനശാലയാവുമ്പം ഒരുവിധപ്പെട്ട ആൾക്കാരും ഇങ്ങോട്ട് വരൂല. സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടി ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കുന്ന സ്ഥലമാണ് ഈ വായനശാല. അപ്പൊ നമുക്ക് 2 പേർക്ക് ഇരുന്ന് സംസാരിക്കാൻ ഇതാ സേഫ്. അതെ, ഞാൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണോ? ഉച്ചയ്ക്കുള്ള ഊണോട് എടുത്തോ, നിന്നെ ഞാൻ വൈകിട്ട് വിടൂ. വേറെന്തേലും വേണോ? പായും കൂടെ എടുത്തോ, ഉണ്ടാൽ എനിക്കൊന്നും മയങ്ങണം. പൊക്കോണം അവിടുന്ന് കേട്ടോ, ഞാൻ ഇപ്പൊ ഇറങ്ങാവേ. ശരി. ഭഗവാനെ, ഇപ്പൊ അവളും കയറി വരും. ഇത് ഏത് മാറണം ഇതുവരെ വരാത്ത? ഹലോ, എന്താട്ടെ ഇവിടെ? ഞാനേ കുറച്ച് ആനപ്പിണ്ടം കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നാ. ലൈബ്രറിക്കകത്താ? അപ്പൊ ഇവിടെ ആനപ്പിണ്ടം ഇല്ലാതെ നിനക്കറിയാം. എന്റെ പൊന്നടവേ, ഞാൻ പുസ്തകം വായിക്കാൻ വേണ്ടി വന്നത്. എന്താ ചേട്ടന്റെ പേര്? ഒറ്റ ചിരിലങ്ങ് ഒതുക്കി. അല്ല, ബാക്കിയുണ്ട്. പിന്നെ? ഉത്തമൻ കാര്യാട്ട്. ജീവിതത്തിലോ കാര്യമായിട്ടൊന്നുമില്ല, പേരിൽ തന്നെ ഇതിന് കാര്യമായിട്ട് എത്തിക്കിടക്കട്ടെ. ബുദ്ധിജീവി. എന്റെ പൊന്നുമോനെ, പണ്ടത്തെ ആൾക്കാർ വളരും, വായിച്ചാൽ വളരും. പക്ഷെ ഈ പ്രസ്താവനയിൽ എനിക്കൊരു അഭിപ്രായമില്ല. ചെറുപ്പം തൊട്ട് വായിക്കണ ഞാൻ. വല്ല കാര്യമുണ്ടോ? ഇതൊരു വളർന്നിട്ടുള്ള പുസ്തകമൊക്കെ എടുത്ത് വായിച്ചിട്ട് അങ്ങ് പോവുമായിരിക്കും. ഇല്ല, പോവില്ല. അതായത് ഞാൻ ഈ ലൈബ്രറിയിലെ ഏതാണ്ട് ഒരു ഒട്ടുമുക്കാലും പുസ്തകങ്ങൾ ഫുള്ള് വായിച്ച ആളാണ് ഞാൻ. എനിക്ക് കുറച്ച് റെഫറൻസ് ഉണ്ട്. എന്തിനെ പറ്റി റെഫറൻസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ റെഫറൻസ്. ബുക്ക് കൊടുത്തിട്ട് വീട്ടിലെങ്ങാനും പോയിരുന്ന് വായിക്കുന്നതായിരിക്കും നല്ലത്. അയ്യോ, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂല. എന്നെ വീട്ടിൽ കേറ്റൂല. എനിക്ക് അറിവ് കൂടുതലാന്ന്. ഞാൻ ചില കൊനഷ്ട ചോദ്യങ്ങൾ ചോദിക്കും. ആരെടുത്ത്? അച്ഛനോട്. ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ചെന്ന് ചോദിച്ചു, എങ്ങനെ എന്റെ സൃഷ്ടി? എന്നിട്ട് ഞാൻ ചോദിച്ചത് അവർക്ക് കിട്ടിയില്ല. അപ്പൊ തന്നെ കവളം മടലെടുത്ത ഒരൊറ്റ അടി പുറമണിക്ക്. അവർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയില്ലേ? എനിക്ക് കിട്ടി. പക്ഷെ ഞാൻ ചോദിച്ച പോയിന്റ് വേറെയാ. അതായത് എന്റെ കവിത
എന്റെ സൃഷ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചേ. അവര് കേട്ടത് എന്നെ എങ്ങനെയാ സൃഷ്ടിച്ചെന്നായിപ്പോയി. വച്ചേക്കുവോ അവര്? അതെ, നല്ല ടെൻഷൻ ഉണ്ട്. ഒരു ടെൻഷനും ഇല്ല. നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കുട്ടനെ കണ്ടാ എനിക്കറിയാം ടെൻഷൻ പോവാൻ ഒരു വഴിയുണ്ട്. എന്ത്? എന്റെ ഒരു പുതിയൊരു കവിതയുണ്ട്. അത് 4 വരി അങ്ങോട്ട് കീച്ചു കഴിഞ്ഞാൽ മൈൻഡ് നല്ല ഫ്രഷ് ആവും. എനിക്കൊന്നും വേണ്ട കവിത. സുഹൃത്തേ, വായിച്ചു നോക്കൂ, അടിപൊളി കവിതയാണ്. ഞാൻ ഇതൊന്നും വായിക്കൊന്നുമില്ല. വേണ്ട, ഞാൻ വായിച്ചു തരാം. എന്റെ കവിതയിൽ നിന്നും ചീന്തിയെടുത്ത ഒരേട്. മഴ വിതച്ച വിപത്ത്. കേട്ടോണേ. ചോരയാണൻ പുര മൊത്തം. ആക്സിഡന്റ് വല്ലതും നടന്ന? എന്ത് ചോരയാണ് പുര മൊത്തം? അതല്ല, പിന്നെ ഞങ്ങളുടെ ഓലപ്പനയല്ലേ മഴ പെയ്യുമ്പോൾ ചോരയാണൻ. അത് ചോരയാണെന്നല്ല, ചോരുകയാണെന്നാണ്. അത് നിങ്ങളുടെ ഭാഷ, ഇത് കവി ഭാഷ. അപ്പ പാറ്റയാണ് എന്റെ അമ്മ. പാറ്റയാണ് അമ്മേ? എടാ, നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ? അതിന് അരി പാറ്റയാണ്. പാറ്റയാണെന്നല്ല, പാറ്റുകയാണ് അമ്മ. അത് നിങ്ങളുടെ ഭാഷ, ഇതെന്റെ കവി ഭാഷ. കുതിരയാണ് എന്റെ അച്ഛൻ. ഭഗവാനെ ജനിപ്പിച്ച അച്ഛനെ വിളിച്ചേട്ടാ കുതിരയെന്ന് ഇല്ലാത്തോടെ പറയുന്നത്. മഴ നനയുവല്ലേ, അങ്ങനെ കുതിരയാണ് എന്റെ അച്ഛൻ. കുതിരയാണ് അച്ഛൻ, നനഞ്ഞു കുതിരയാണ്. നിങ്ങളുടെ ഭാഷ, എന്റെ കവി ഭാഷ. തേങ്ങയാണ് എന്റെ പെങ്ങൾ. ഭഗവാനെ പെങ്ങളെ വിളിച്ച തേങ്ങയാണെന്ന്? അതല്ല, പിന്നെ ഇതൊക്കെ കണ്ട് സങ്കടം കൊണ്ട് തേങ്ങയാണ് എന്റെ തേങ്ങയാണ്, കരയുകയാണെന്നാണ് എന്റെ. എങ്ങനുണ്ട് എന്റെ മഴ വിതച്ച വിത്ത്? ഇത് മഴ വിതച്ച വിത്തല്ല, പിന്നെ മഴ വിതച്ച അബദ്ധം. അയ്യോ, കാര്യം മഴയത്തിരുന്നാണല്ലോ ഇത് എഴുതിയത്. അതെ 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 അതെ. ഞാൻ മറ്റതവിടെ കാച്ചാലോ? ഏതാ? 1 മില്യൺ അടിച്ച ഒരു കവിതയുണ്ട്, ന്യൂ സാധനം. ഏത്? കഞ്ഞന്തിരിയുടെ കന്നന്തിരിവ്. കവിത അതൊന്നും ഇവിടെ ഇരുന്ന് വായിക്കാനും പറ്റില്ല. പിന്നെ 1 മില്യൺ എങ്ങനെ അടിച്ചത്? 1 മില്യനും പൂരത്തെറിയല്ലായിരുന്നോ? എന്റെ ദൈവമേ, ചേക്കിട്ട് പൊളിഞ്ഞു പോയി. ഞാൻ ഒരു കാര്യം പറയാം, നല്ല നല്ല കവികളുള്ള സ്ഥലമാണ് ഇവിടെ. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള കവിതകൾ പാടരുത്. മുരുകൻ കാട്ടാക്കടയൊക്കെ കന്നഡ. മുരുകൻ കാട്ടാക്കടയുടെ കന്നഡ അറിയാവോ? അത് മുരുകൻ കാട്ടാക്കടയുടെ അല്ല. ചുമ്മാ പുളുപടിക്കരുത്. എന്റെ നീ സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു നോക്ക്. സംഭവം അറിയോ? തിരുവനന്തപുരത്ത് നിന്ന് ഞാനും മുരുകൻ കാട്ടാക്കട ട്രെയിനിൽ ഇങ്ങോട്ട് വരുവാ. തൊട്ടടുത്തടുത്തായിരിക്കണേ. എന്റെ കന്നഡ ഇവിടെ വെച്ചു, മറ്റേ പുള്ളിയുടെ കന്നഡ ഇവിടെ വെച്ചു. രണ്ടും ഒരേ ഫ്രെയിമാ. അങ്ങനെ എന്റെ കന്നഡ മാറിയെടുത്തു മുരുകൻ കാട്ടാക്കട. അത് എന്റെ കന്നഡ. എന്റെ അമ്മയെ പുളു. എന്റെ കന്നഡയാണത്. ഞാൻ പറഞ്ഞ കവിതയെ പറ്റിയാണെന്ന്. ഞാൻ എന്റെ കന്നഡയുടെ കാര്യമായി പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയാം, പനച്ചൂരാന്റെ കവിതകളൊക്കെ ഉള്ള നാടായത്. അനിൽ പനച്ചൂരാൻ എന്റെ ദൈവമേ, എന്റെ ഭയങ്കര സുഹൃത്തല്ലായിരുന്നോ? പണ്ട് പനച്ചൂരാനെ ഞാൻ കാണാൻ പോയി. രസകരമായ ഒരു അനുഭവം ഉണ്ടായി. അടുത്ത പുളു. പുളുല്ലെന്ന്. ഞങ്ങളുടെ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിന് പനച്ചൂരാൻ വന്നറിഞ്ഞ് നമ്മൾ ചെല്ലണമല്ലോ. ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ നീണ്ട ക്യൂ. അപ്പൊ ഞാനിങ്ങനെ ഒരു മരത്തിന്റെ സൈഡിൽ ചാരി നിന്ന്. ഈ മരത്തേലൊരു പൊത്തുണ്ടേ. ഈ തിക്കും തിരക്കി ഇങ്ങോട്ട് വന്നപ്പോ എന്നെ തള്ളി പൊത്തിനകത്ത് കയറ്റി. പനച്ചൂരാനെ കാണാൻ പോയി എന്നെ വലിച്ചൂരിയെടുക്കാൻ പെട്ട പാട്. അയ്യോ. പിന്നെ പഴയ ലൈബ്രറി ആയതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് പാമ്പുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ബുക്ക് എടുത്തിട്ട് വീട്ടിലെങ്ങാനും പോയിരുന്നു വായിക്കണേ. ഇവിടെ ഇരുന്ന് വായിക്കാൻ പറ്റൂല. പേടിക്കണ്ട, ഞാനിപ്പോ പഞ്ചായത്തിലേക്ക് വിളിക്കാം. 15 പേരോട് വരാൻ പറയാം. 15 പേരാ? തല്ലിക്കൊല്ല്, നമുക്ക് വീഡിയോ കൊടുക്കാം. പാമ്പിനെ ഞാൻ ഓടിച്ചോളാം. ദൈവമേ, ആപ്പിള് പോയിരുന്നു. ആപ്പിളെങ്ങാനും ഇപ്പോഴെങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ ആകെ കുളം. ഒയ്യോ പറഞ്ഞു. അയ്യോ, ഈ കൊച്ചിനെ എനിക്കറിയാം. എവിടെയോ വച്ച്. സോമശേഖരന്റെ മോളല്ലേ? അച്ഛനെ അറിയോ? അച്ഛനെ അറിയോന്ന്? ഞാനും അച്ഛനും കൂടി എന്തെല്ലാം പരിപാടികള്. എന്നെ മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ആലോചിച്ച് നോക്ക്. മനസ്സിലായില്ല. കാര്യമായിട്ടൊന്ന് ആലോചിക്കൂ. കിട്ടിയില്ല. ഉത്തമൻ കാര്യാട്ട്. ആണോ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പാരലൽ കോളേജിൽ കൊച്ചിനെ. സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ. ആണോ? ഏതുവരെ പഠിച്ച്? ഉറക്കം വരുന്നവരെ പഠിച്ചിട്ടുണ്ട്. ഉറക്കം വരെ പഠിച്ചോന്നല്ലേ ചോദിച്ചേ? ഏത് കോഴ്സ് വരെ പഠിച്ചു? അപ്പൊ ഞാനാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയിട്ട് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് ഒരു PG എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അതെ അതെ. 10ാം ക്ലാസ് തോറ്റപ്പം നിർത്തി. എനിക്കറിയാം ഇതെങ്ങനെ സംഭവിക്കൂ. അല്ല, ഇത്രയും പേര് പഠിച്ച കോളേജിലെ എന്നെ എന്താ സാർ ഓർക്കാൻ കാര്യം? എന്താ? ബാക്കിയുള്ള എല്ലാ പിള്ളേരും പഠിക്കാൻ വേണ്ടി വന്നതാ. നീ മാത്രം കണ്ണിക്കട്ട ചെറുക്കന്മാരുടെ വായിൽ നോക്കാൻ വേണ്ടിയല്ലേ നീ വന്നുകൊണ്ടിരുന്നേ. 14 ലൈനുണ്ടായി എന്റെ അറിവിൽ വെക്ക്. എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ മാത്രമേ ഉള്ളൂ.
ആ അല്ല സാർ ഞങ്ങളെ പഠിപ്പിക്കുന്ന കാലത്തെ ഞാൻ ആലോചിക്കുമായിരുന്നു സാറിന് എന്തൊക്കെയോ ഒരു അലർജി ഇല്ലായിരുന്നു. ഉണ്ട് മറ്റേ ഡസ്റ്റിന്റെ അലർജി. ജസ്റ്റ് അടുത്തോട്ട് കൊണ്ടുവന്ന സാറിന് അലർജി ആയിരുന്നു. എന്താ ദൈവമേ, പൊടി അടിച്ചു കഴിഞ്ഞാ തുമ്മിക്കഴിഞ്ഞാ 10 മിനിറ്റ് നിർത്താതെ തുമ്മിക്കണം. ഇപ്പോഴും അലർജി ഉണ്ടോ? ഒരുപാട് മരുന്ന് കഴിച്ചു, ഇതേവരെ ഒരു രക്ഷയില്ലെന്നേ. അപ്പൊ ഡസ്റ്റ് അലർജി ഉണ്ട്, അതേ ഉള്ളു വഴി. സാറേ എന്തോ ഈ ബുക്ക് എന്നൊന്ന് പറഞ്ഞു. അയാൾ 14 പേരെ നീ പ്രേമിച്ച, നീ 14 പേരെ പ്രേമിച്ചാ. പിന്നെ നീ എന്ത് എന്നെ പറ്റി എവിടെയെങ്കിലും കംപ്ലൈന്റ് നീ കേട്ടിട്ടുണ്ടോ? അയാൾ കള്ളത്തരം പറഞ്ഞോ? അയാൾ കള്ളത്തരം ഉള്ളതിനാ നിന്നെ പഠിപ്പിച്ച സാറ് കേടിയത്. അങ്ങനെ പറഞ്ഞ സത്യം തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്. നീ ആവശ്യമില്ലാത്ത പരിപാടികൾ കള്ളം പറഞ്ഞെന്തിനടി? നീ എന്തിനു കള്ളം പറഞ്ഞ? നീ എന്റെ അടുത്ത് കള്ളം പറഞ്ഞ് നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നീ 14 പേരെ പുറകെ പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തെ ഓർത്ത് എന്റെ അടുത്ത് നുണ പറയരുത്. ഞാൻ നിന്റെ അടുത്ത് ഒരു തെറ്റും ചെയ്തു. ഞാൻ നുണ പറഞ്ഞിട്ടില്ല, നീ ചുമ്മാ പറയരുത് കേട്ടോ. ആവശ്യമില്ല. എന്നിൽ നിന്ന് ഒളിച്ചു വെക്കാൻ നോക്കിയല്ലേ സോമശേഖരന്റെ മോളെ? എടാ, ഞാൻ ഈ പറയുന്ന സത്യം കേട്ട് ഒരു പക്ഷേ നിങ്ങൾ കിടുക്കിയേക്കാം. നിങ്ങൾ രണ്ടുപേരും മുമ്പേ പരിചയക്കാരല്ലേ? ഭയങ്കര കണ്ടുപിടുത്തം. അതാ സത്യം. CBI ഒന്നും നോക്കായിരുന്നില്ലേ? എന്ത് ഇങ്ങനെയുള്ള കണ്ടുപിടുത്തം ചെയ്യുന്നവർ അവർക്ക് ആവശ്യമുണ്ട്. പിന്നെ കണ്ടുപിടിച്ച ഞങ്ങളെ പരിചയക്കാര് മാത്രമല്ല, ഞങ്ങളെ കാമുകി ഞാൻ ഇവിടെ വിളിച്ചിട്ടാ അവളി ലൈബ്രറി വന്ന് ഇയാൾക്ക് ഇനി എന്തോ വേണം, ഇയാൾക്ക് ഇനി എന്തോ വേണോടോ? ഇത് ഞാൻ സമ്മതിക്കില്ല. എന്റെ ഉറ്റ ചങ്ങാതിയുടെ മോളാണ് സോമശേഖരന്റെ മോളെ. ഇത് ഞാൻ പറയും. ഇത് നിന്റെ അച്ഛനോട് ഞാൻ പറയും. പറയും. എന്റെ അച്ഛൻ മരിച്ചിട്ട് 2 വർഷമായി. അങ്ങനെ ഞാൻ മരിച്ചിട്ട് പോയി പറയും. എങ്ങനെയാലും അവന്റെ ചെവിയിൽ ഞാൻ എത്തിക്കും. അയാൾ കഞ്ചാവ് നീ അവിടെ ഇരി. നീ എന്തിനാ അയാളെ വാക്ക് കേൾക്കാൻ പോകുന്നു? നീ അവിടെ ഇരി ചുമ്മാ. വേണ്ട, നീ എന്റെ അടുത്ത് കള്ളം പറയരുത്. കള്ളം പറയത്തില്ല. ഇനി 15-ാമത്തെ ഒന്നിനോട് നോക്കൂ. അത് ഞാൻ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. സത്യം. പൊന്നെ സത്യം. വേറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ? പൊതിച്ചോറ്. ഓ മൈ ഫേവറേറ്റ്. കണ്ടോ, ഇപ്പൊ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് വേണം ചെലവിന് കഴിയാൻ. കല്യാണം കഴിഞ്ഞാലും ഇത് ഇങ്ങനൊക്കെ തന്നെ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ സോമശേഖരന്റെ മോളെ. ഞാൻ അങ്ങോട്ട് പറഞ്ഞ സുഖം മറക്കട്ടെ. ഞാൻ വാച്ച് അടിച്ചു കയറി. ഞാൻ അരച്ച ചമ്മന്തി, അമ്മ ഉണ്ടാക്കിയ ചോറ്. സത്യം. ഒരു മിനിറ്റ്. എന്തുവാ കാണിച്ചേ? ചെവി ഇവിടെ ഇട്ടിട്ടാ പോയത്. അവിടെ ഇരുന്ന് കേൾക്കാൻ എനിക്ക്. ചോറ് കഴിക്കും. പിന്നെ അതെ, എന്തോ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? അറിഞ്ഞൂടെ? ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രത്യേകത എന്തോ? ആലോചിക്കേ. ഒരു മിനിറ്റ്. ഇടയ്ക്കിടത്ത് ഇങ്ങോട്ടുണ്ടാ പറയണേട്ടാ. ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്തോ? അറിഞ്ഞൂടെ? ആലോചിച്ച് നോക്ക്. എനിക്ക് കിട്ടിയില്ല, നീ പറ. ആലോചിച്ച് നോക്കാം. നീ ഇങ്ങനെ ചുമ്മാ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കുക. പറയാ അങ്ങോട്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയത്തില്ലയോ? ഇല്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയത്തില്ല. ചൂടാവാതെ പറയടി. എന്തോന്ന് വെച്ചാ പറയടി. വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ദിവസമാണ് നിങ്ങൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഓ, അത് ഇന്നായിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു വേറെ മല മറിക്കണ സംഭവം. മറക്കും. എനിക്കറിയാം. ഉത്തരവാദിത്തമുള്ള കാമുകനാണെങ്കിൽ അത് നീ ഓർത്തു വച്ചേനെ സോമശേഖരന്റെ മോളെ. വേണോ ഈ ബന്ധം വേണോ? കണ്ടോ, ഇതുപോലെ നിങ്ങൾ ഓർത്തു വെച്ചിട്ട്. അയ്യേ, നീ ഇങ്ങോട്ട്. ഇല്ല. അയ്യേ, ചുമ്മാ പിണങ്ങല്ലേ. ഞാനിട്ട മോതിരം എന്തിയെ? എടി, അത് മൈക്രോ ഫൈനാൻസിൽ ചെറിയൊരു ആവശ്യം വന്നപ്പോ ഞാൻ കൊണ്ട് പണയം വെച്ചത് തിരിച്ചെടുക്കാം. അത് പണയം വെച്ച സാധനമല്ലേ? പണയം വയ്ക്കും. ഇവനത് പണയം വയ്ക്കും. കാരണം നിന്റെ മനസ്സാണ് നീ ആ മോതിരായിട്ട് കൊടുത്തത്. ശരിയല്ലേ? ആ റിങ് കൊണ്ടുപോയി പണയം വെച്ചില്ലേ? ഇനി സോമശേഖരന്റെ മോളെ വേണോ? ആലോചിച്ച് നോക്ക്. വേണോ? എന്റെ കുടുംബം കലക്കിയുണ്ടല്ലോ. എനിക്ക് എവിടെ പറഞ്ഞ ജീവനാണ്, അറിയാമോ? എവക്ക് വേണ്ടി ഞാൻ ആത്മഹത്യ വരെ ചെയ്യും. അവള് പറയട്ടെ ആത്മഹത്യ. ഞാൻ അവക്ക് വേണ്ടി ആത്മഹത്യ വരെ ചെയ്യും. അറിയാമോ നിങ്ങൾക്ക്? നീ പറയടി, ആത്മഹത്യ ചെയ്യാൻ പറയടി. ഞാൻ ചെയ്യും. വേണ്ടി ചെയ്യും. വീടുക്കളാണ് ആത്മഹത്യ ചെയ്യണത്. നീ ഇവനെ കെട്ടി നോക്കട്ടെ. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി. നീ നിസ്സാര കേസിൽ എന്തെങ്കിലും പറഞ്ഞു, ഇവൻ പോയി ആത്മഹത്യ ചെയ്തു. 2 പിള്ളേരായിട്ട് തേരാപ്പാര എന്റെ സോമശേഖരന്റെ മോളെ നീ നടക്കേണ്ടി വരും. ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. കണ്ടോ, ആ സാറ് പറയുന്നതിൽ കാര്യമുണ്ട്. എന്റെ അച്ഛന്റെ ഉറ്റ സുഹൃത്ത്. അയാൾ കള്ളം പറയത്തില്ല. എനിക്ക് കാര്യത്തിന് അതൊന്ന് ചിന്തിക്കണം. എനിക്ക് ചിന്തിക്കണം. ഞാൻ വീട്ടിൽ പോണു.
പോവരുത്. ഞാൻ പോവും. പോവരുത്. ഞാൻ പോവെന്ന് പറഞ്ഞാൽ ഞാൻ പോവും. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഈ ചെറിയ നാളത്തേക്കുള്ള നിങ്ങൾ മറന്നുപോയില്ലേ? ഞാൻ പോകും. പോവല്ലെന്ന്. പോയി. ഹോ, ദൈവമേ, ഒരു മഹാഭാരതം മൊത്തം വായിച്ച സുഖം. നീ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിച്ചിട്ടില്ല. ഇല്ല. പ്രേമം വല്ലതും ഉണ്ടോ നിനക്ക്? 8 എണ്ണം ഉണ്ടായി, 8 അല്ലേ പൊട്ടി. അതിന്റെ ജലസിയാണ് നീ ഇവിടെ തീർത്തത്. Exactly. അതിന്റെ ജലസി. നീ എഴുതി വെച്ചോ, 10 മിനിറ്റിനകത്ത് അവൾ എന്നെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ സോമശേഖരന്റെ അടുത്തേക്ക് നീ പോവും. നിന്നെ ഞാൻ കൊല്ലും. നീ സോമശേഖരന്റെ അടുത്ത് പോകും, നിന്നെ ഞാൻ കൊല്ലും. 10 മിനിറ്റ്. Your time start now. പറയുകയും ചെയ്തു. ദൈവമേ, എടാ കൊച്ചിന്റെ നമ്പർ എന്തിന്? ഞാൻ വിളിക്കാം. നിന്നെ പോലെ ഒരുത്തന് എന്റെ പെണ്ണിന്റെ നമ്പരാ തരൂലടാ. എന്റെ ദൈവമേ, വിളിക്കുവോ? നീ വിളിക്ക്. ഞാനാ? നീ വിളിക്ക്. അവൾ ഇങ്ങോട്ട് വിളിക്കണം. മെയിൽ ഈഗോ. ഞാൻ വിളിക്കൂല. അവൾ ഇങ്ങോട്ട് ഒന്ന് വിളിക്കണം. വിളിച്ച് ലൗഡ് സ്പീക്കർ. ഹലോ ഹലോ. ഞാൻ നന്നായിട്ട് ആലോചിച്ച പൊന്നെ. ആ സാറിന്റെ കണ്ണ് തുറപ്പിച്ചു. ഇനി എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധം വേണ്ട. ഹലോ. കട്ടായി. അപ്പൊ പിന്നെ നീ റെഡി ആയിക്കോ. എന്തിന്? സോമശേഖരന്റെ അടുത്തേക്ക് പോവാൻ. സോമശേഖരന്റെ അടുത്ത് പോവാൻ നീ റെഡി ആയിക്കോ. നല്ലൊരു കൈയടി മണിക്കൂട്ടാ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റും അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫോമൻസും ആയിരുന്നു. കാരണം വായനശാലകൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നാട്ടിൻപുറത്തെ വായനശാലകളുണ്ട്, അതേപോലെ ടൗൺ എല്ലായിടത്തും വായനശാലകളുണ്ട്. അവിടെ അത്യാവശ്യം ചെറിയ പ്രണയങ്ങൾ നടക്കാറുണ്ട്. ഇത് പ്രണയിക്കാൻ വേണ്ടി മാത്രം ആരും ഇല്ലാത്തൊരു വായനശാലയിൽ പോയി പ്രണയിക്കുക, അവിടെ ഇങ്ങനൊരു ക്യാരക്ടറിനെ കൊണ്ടുവരിക, എന്നിട്ട് നിങ്ങളുടെ പ്രണയത്തിൽ ഇയാൾ തന്നെ കരടിടുക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് അത് രസകരമായിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങളുടെ ഏരിയ നന്നായി പെർഫോം ചെയ്തുകൊണ്ട് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരുപാട് മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ താരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൊച്ചു പ്രതിഭായാണ്. ഞാൻ നന്നായി എൻജോയ് ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നല്ല സ്ക്രിപ്റ്റ്. ഇതിൽ ഏച്ചുകെട്ടുകളൊന്നുമില്ല. ആ ലൈബ്രറിക്കകത്ത് വേണ്ട സാധനങ്ങൾ മാത്രമേ അതിൽ ചേർത്തിട്ടുള്ളൂ. നമ്മൾ കോമഡിക്ക് വേണ്ടിയിട്ട് അവിടെ വേറെ മുത്തശ്ശൻ്റെ കഥകളെ ഈ കഥകളൊക്കെ എടുത്തിടാറുണ്ട്. ഇതിൽ അതൊന്നുമില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രണയമാണ്. അതിനെ മുടക്കാനായിട്ട് ഒരാൾ നിൽക്കുന്നു, പ്രണയിക്കാൻ ഒരാൾ നിൽക്കുന്നു. അത് റിയൽ ആണോ എന്നറിയാൻ വേറൊരാൾ വരുന്നു. നല്ല സാധനം, നല്ല സ്ക്രിപ്റ്റ്. നിങ്ങൾ വളരെ മനോഹരമായിട്ട് 3 പേരും അത് ചെയ്യുകയും ചെയ്യും. ശ്രീജുവിന് ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ലൈബ്രറിയിൽ പോയി അല്ലെങ്കിൽ ഇത്ര ബ്രില്യന്റ് ആയിട്ടൊരു ഐഡിയ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടാനായിട്ട്? ശരിക്കും ഇതിന്റെ കണ്ടന്റ് നമുക്ക് ഇന്നലെ ഒരു ഐഡിയ ഇട്ട് തന്നത് പക്ഷെ ഇതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് എന്ന ശശാങ്കനാണ്. പക്ഷെ ഇപ്പോഴുള്ള വായനശാലയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാവരും വായിക്കാൻ പോകുന്നുണ്ട്, വായിക്കുന്നുണ്ട് കേട്ടോ. ഈ മീഡിയ വന്നെന്നും പറഞ്ഞാൽ അതിനൊരു കുറവ് വന്നിട്ടില്ല. വായന എപ്പോഴും വായന തന്നെയാണ്. എന്തായാലും നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ കൊണ്ടേ കുത്തിക്കയറ്റത്. അതായത് പണ്ട് ട്യൂഷൻ പഠിപ്പിച്ചതാണ്. അതുകൂടാതെ തന്നെ അച്ഛൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടുമാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കി ഈ സാധനം വേറെ ലെവലിലേക്ക് ആ പെണ്ണിന് നല്ലൊരു മനസ്സിന് മാറ്റം ഉണ്ടായതിൽ അത് വേറെ സന്തോഷം. അങ്ങനെ ഈ ഒരു സുഹൃത്ത് പറഞ്ഞ ഇത് അതിന് കാരണങ്ങൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒതുങ്ങുന്ന കാരണങ്ങൾ മാത്രമാണ് എടുത്തിട്ടത്. എല്ലാം കൊണ്ട് മൊത്തത്തിലൊരു വൃത്തിയുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു. നല്ല മനോഹരമായിട്ട് നിങ്ങൾ 3 പേരും അത് ചെയ്യുകയും ചെയ്തു. ഓൾ ദ ബെസ്റ്റ്. 3 പേരും നന്നായിട്ടുണ്ട്. നല്ല ഗംഭീര സ്കിറ്റായിരുന്നു. മനോഹരമായിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ കൂട്ട് തന്നെ ഇതിന് എന്ത് പേരിടണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറയാറില്ലേ, സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്നൊക്കെ പറയൂലേ അല്ലേ, അങ്ങനത്തെ ഒരു സാധനമാണ്. കാരണം ഈ താടിയൊക്കെ വെച്ചിട്ട് പ്രദീപ് വന്നപ്പോൾ തന്നെ ചിരി തുടങ്ങി. കാരണം ഇത് അലങ്കോലപ്പെടുത്തും. അതേപോലെ തന്നെയായിരുന്നു. കാരണം നിങ്ങൾ വന്നിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കണതും ഈ സ്വർഗത്തിലെ കട്ടുറുമ്പാവണ കാര്യങ്ങളെല്ലാം, പിന്നെ കുറച്ച് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഈ അച്ഛൻ്റെ കേസ് പറയുന്നതും ഞാൻ അച്ഛനും കൂടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ സോമശേഖരൻ അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. സോമശേഖരൻ്റെ മോളെ സോമശേഖരൻ്റെ മോളെ 2 എണ്ണം അത് ഭയങ്കര കൈയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. കാരണം അത് നമുക്ക് പ്രതീക്ഷ ഇല്ലാണ്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് ആവർത്തന വിരസതയെന്നല്ല, അത് കഴിഞ്ഞിട്ട് നല്ല രസമായിരുന്നു. അവസാനം വരെ അത് നല്ല രസമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ സബ്ജക്റ്റിന് പറ്റിയ എല്ലാ തമാശകളും ഈ ചേരുവകളൊക്കെ ഉണ്ടായിരുന്നു. പ്രദീപ് ഇവിടെ ഓടി നടന്ന് തുമ്മുന്ന കാര്യങ്ങളൊന്നും ഒരു ലാഗും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ സൂര്യശ്രീ നന്നായിരുന്നു കേട്ടോ. നല്ല എനിക്ക് തോന്നണ ഇതിന് മാത്രമായിട്ട് നടക്കുന്ന 10 പേരായിട്ട് ഇപ്പൊ തന്നെ ഉണ്ട്. അല്ല, പാരലൽ കോളേജ് പഠിക്കുമ്പോൾ 14 ലൈൻ
ഉണ്ടായിരുന്ന ആളാണ് ഈ ചെറിയ കേസിന് ഇട്ടിട്ട് പോയത്. അതെ 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 അതെ. പിന്നെ ക്ലൈമാക്സും ഈ പറഞ്ഞ പോലെ നല്ല ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ ആദ്യം തുടങ്ങി അവസാനം വരെ നല്ല കൗണ്ടറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 3 പേർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എന്നാ പിന്നെ നമുക്ക് അതെ. വായനശാലയ്ക്കുള്ള മാർക്ക് കൊടുക്കാം അല്ലേ? കൊടുക്കാം. ആര് ആണ് ആദ്യം? ഞാൻ കൊടുക്കാം. ആ, ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 15,000 രൂപ. മണിക്കൂട്ടാ, ഞാൻ ഇപ്രാവശ്യം ഒരു 1000 രൂപ കൂടുതൽ ഇടുന്നു. 16,000 രൂപ. 31,000 രൂപ രണ്ടുപേരുടെ. നസീർക്ക് അയക്കാം. ബാക്കി ഇതാ പിടിച്ചോ. ടോട്ടൽ 65,000 രൂപ. നല്ലൊരു എമൗണ്ട് ആണ്. കുറച്ച് എപ്പിസോഡിന് ശേഷം നിങ്ങൾ ഒരുമിച്ച് വരുന്നത് അല്ലേ? ആ, ഫേമസ് മഞ്ഞിലൂണൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വരവ്. അപ്പൊ ഉഷാറായിരിക്കട്ടെ. നമുക്ക് ഈ വായനശാല തന്നെ ഒരാളെ റെഡിയാക്കി എടുക്കാം. തോമശേഖരൻ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നല്ല സ്കിറ്റ് അല്ലേ? അടൂരുകാർക്ക് ഒരു സ്പെഷ്യൽ കൈയടി കൊടുത്തേ പറ്റുള്ളൂ. ഇനിയും നിങ്ങൾ വരണം. ഓക്കെ, അങ്ങനെ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? പിന്നെ അല്ലാതെ ഉഷാറായിട്ട് ഇതിലും നല്ല എപ്പിസോഡ്, ഇതിലും നല്ല സ്കിറ്റുകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.